റഷ്യൻ സേനയുടെ യുക്രൈൻ അധിനിവേശം തുടരവേ യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കിയെ ഫോണിൽ വിളിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ യുക്രൈൻ നേരിടുന്ന കഷ്ടതയിൽ മാർപ്പാപ്പ അഗാധമായ വേദന അറിയിച്ചെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. പിന്നാലെ മാർപ്പാപ്പയ്ക്ക് നന്ദി അറിയിച്ച് സെലൻസ്കി ട്വീറ്റ് ചെയ്തു. യുക്രൈനിലെ സാഹചര്യത്തിൽ അതീവ ദുഃഖിതനാണെന്ന് മാർപ്പാപ്പ സെലൻസ്കിയെ അറിയിച്ചു. രാജ്യത്തിന്റെ സമാധാനത്തിനും വെടിനിർത്തലിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നന്ദി അറിയിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞു. സമാധാനത്തിനും വെടിനിർത്തലിനും ആഹ്വാനം ചെയ്തുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. യുക്രൈൻ ജനതയ്ക്ക് ആത്മീയ പിന്തുണ കൂടി ലഭിച്ചിരിക്കുകയാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ ട്വീറ്റ്. കഴിഞ്ഞ ദിവസം യുദ്ധത്തിൽ റഷ്യയെ പ്രതിഷേധമറിയിച്ചും സമാധാനത്തിനായും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ദൈവത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് പൈശാചിക ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കാനാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥനയും വിശുദ്ധിയുടെ ഉപവാസവുമാണ് അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ. സമാധാനത്തിന്റെ രാജ്ഞി ലോകത്തെ യുദ്ധത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ എന്ന് മാർപ്പാപ്പ ട്വിറ്ററിൽ കുറിച്ചു. യുക്രൈനിലെ റഷ്യൻ നടപടിയിൽ ആശങ്ക പ്രകടിപ്പിക്കാൻ മാർപ്പാപ്പ കീഴ്വഴക്കം ലംഘിച്ച് റോമിലെ റഷ്യൻ എംബസിയിലെത്തിയിരുന്നു. അരമണിക്കൂർ നേരം ഇവിടെ ചെലവഴിച്ച അദ്ദേഹം യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സ്ഥാനപതി ആൻഡ്രി യുറാഷിയോട് ആവശ്യപ്പെട്ടു. സമാധാനത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് മാർപ്പാപ്പ ട്വിറ്ററിൽ സന്ദേശം കുറിക്കുകയും ചെയ്തു. എല്ലാ യുദ്ധങ്ങളും മുൻപുള്ളതിനേക്കാൾ മോശമായി ലോകത്തെ മാറ്റുന്നു. രാഷ്ട്രീയത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും പരാജയമാണ് യുദ്ധം. അപമാനകരമായ കീഴടങ്ങൽ, പൈശാചികതയുടെ ശക്തിക്ക് മുൻപിൽ തോൽവി സമ്മതിക്കൽ എന്ന് ക്രൂശിതനായ ക്രിസ്തുവിന്റെ ചിത്രത്തിനൊപ്പം മാർപ്പാപ്പ ട്വിറ്ററിൽ കുറിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കന ന്യൂസ്.